ഏപ്രിൽ 29 ലോക ഡാൻസ് ദിനം. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരിയിൽ നാട്യധോരണി നൃത്തോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത മോഹിനിയാട്ട നർത്തകി മേതിൽ ദേവിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ നൃത്ത പരിശീലന കേന്ദ്രങ്ങളിലെ നർത്തകിമാർ നാട്യധോരണിയിൽ നൃത്തം അവതരിപ്പിച്ചു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ 28ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാട്യധോരണി എന്ന പേരിൽ നൃത്തോത്സവം സംഘടിപ്പിച്ചത്. മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന നാട്യധോരണി നൃത്തോത്സവം പ്രശസ്ത മോഹിനിയാട്ട നർത്തകി മേതിൽ ദേവിക ഉദ്ഘാടനം ചെയ്തു. AKDTO ജില്ലാ പ്രസിഡന്റ് ശിവദാസ് മഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുമേഷ് കോട്ടയ്ക്കൽ, ട്രഷറർ ഗിരീഷ് നടുവത്ത്, രക്ഷാധികാരികളായ കലാമണ്ഡലം അംബിക, കലാമണ്ഡലം സുശീല, കലാമണ്ഡലം ഭാഗ്യേശ്വരി, കലാമണ്ഡലം സരോജിനി തുടങ്ങിയവർ പങ്കെടുത്തു. മേതിൽ ദേവികയെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ നൃത്ത കലാകേന്ദ്രയിലെ നർത്തകിമാരുടെ സെമി ക്ലാസിക്കൽ ദേവി ശ്രുതിയോടുകൂടിയാണ് നൃത്തോത്സവം ആരംഭിച്ചത്. ജില്ലയിലെ വിവിധ നൃത്ത പരിശീലന കേന്ദ്രങ്ങളിലെ നർത്തകിമാർ അടക്കമുള്ള 200ഓളം വിദ്യാർത്ഥികൾ വേദിയിൽ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. 50ഓളം നൃത്തകലാ അധ്യാപകരും നൃത്തോത്സവത്തിൽ പങ്കെടുത്തു. നൃത്ത മത്സരമായിട്ടല്ല നാട്യധോരണി നൃത്തോത്സവം സംഘടിപ്പിച്ചത്. നൃത്ത പരിശീലനം നേടുന്നവരുടെ കലാപ്രാവീണ്യം ഒരു വേദിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘടനയുടെ രക്ഷാധികാരി കലാമണ്ഡലം സുശീല പറഞ്ഞു. AKDTO മലപ്പുറം ജില്ലയുടെ 28ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നാട്യധോരണി നൃത്തോത്സവം ഒരു ജില്ലയിൽ ഇല്ലാത്ത ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ് കഴിഞ്ഞ കൊല്ലം മുതൽ മലപ്പുറം ജില്ലയിൽ തുടങ്ങി വെച്ചത്. നാട്യധോരണി നൃത്തോത്സവത്തിൽ ജില്ലയിലെ സംഘടനയിലുള്ള അധ്യാപകരുടെ ശിഷ്യസമ്പത്തുകൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങളാണ്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഐറ്റം പെരിന്തൽമണ്ണ നൃത്തകലാകേന്ദ്രയിൽ ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ അരങ്ങേറിയത്. ഈ നാട്യധോരണി നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ ശിഷ്യയായ നർത്തകിയും സിനിമാ നടിയുമായ മേതിൽ ദേവിക ഇന്ന് വന്ന് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. ഈ നാട്യധോരണി പരിപാടിയിൽ അനേകം നൃത്താധ്യാപകരും അവരുടെ ശിഷ്യകളും പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു മത്സരമല്ല, അവരുടെ കലയിലുള്ള പ്രാവീണ്യം തെളിയിപ്പിക്കാനുള്ള ഒരു വേദി. അത് കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വേദിയാണത്. അത് എല്ലാവർക്കും കിട്ടില്ല. അത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും ഇന്ന് സാധ്യമായി കൊണ്ടിരിക്കുകയാണെന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം മുതലാണ് ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്യധോരണി നൃത്തോത്സവം ആരംഭിച്ചത്. അടുത്ത വർഷങ്ങളിൽ മറ്റു ജില്ലകളിലും സംഘടിപ്പിക്കും. 28 വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ് ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ. അതില് മലപ്പുറം ജില്ല. അതില് ഞങ്ങളിപ്പോ ഒരു 3ാമത്തെ വർഷമാണ് നാട്യധോരണി നൃത്തോത്സവം എന്നൊരു നൃത്തം ഈ പങ്ക്തി ഞങ്ങൾ സംരംഭിക്കുന്നത്. അത് ഈ വർഷവും കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ല മാത്രമായിട്ട്
ഞങ്ങൾ ഒതുക്കിക്കൂടി. അടുത്ത വർഷം തൊട്ട് കേരളത്തിലെ 14 ജില്ലകളും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് വ്യാപിച്ച് വലിയൊരു മഹോത്സവമാക്കി നടത്തണം എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. നൃത്തകലയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സംഘടന പങ്കുവഹിക്കുന്നുണ്ട്. കലാരംഗത്ത് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ നമ്മളൊരു രക്തദാന ക്ലബ്ബ് 5 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ലോക രക്തദാന ദിനത്തിൽ ഞങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങളെ ക്ലബ്ബ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, കലാകാരന്മാർക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ലഹരി വിരുദ്ധത്തിനെതിരുള്ള നൃത്തശില്പങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ 4 മേഖല തിരൂര്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗത്ത് നമ്മൾ അവതരിപ്പിക്കേണ്ടായി. അങ്ങനെ ഒരുവിധം എല്ലാ പ്രവർത്തനം. പിന്നെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തില് നമ്മൾ സ്പെഷ്യൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോട്ടക്കൽ മാനവിക സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പോൾ 3 വർഷമായിട്ട് നമുക്കൊരു ഏരിയ തന്നെ അവർ തന്നിട്ടുണ്ട്. 3 സെന്റ് ഭൂമി നമുക്ക് തന്നിട്ട് നമ്മൾ അവിടെ ആ കുട്ടികൾക്ക് വേണ്ടി വാഴകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് നടന്ന സമാപന ചടങ്ങ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മജീദ് വല്ലഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. AKDTO സംസ്ഥാന വൈസ് പ്രസിഡന്റ് വജസ്പതി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു. സംഘടനയുടെ സ്ഥാപകൻ വിനോദ് മാസ്റ്ററെ നാട്യ ബ്രൂമ അവാർഡ് നൽകി ആദരിച്ചു. സമഗ്ര സംഭാവനയ്ക്ക് നാട്യ ആചാര്യൻ പത്മനാഭൻ മാസ്റ്ററെ സദ്ഭാവന പുരസ്കാരം നൽകി ആദരിച്ചു. ചലച്ചിത്ര നടി രമാദേവി വിശിഷ്ടാതിഥിയായിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.